അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ആദ്യത്തെ പുഡിങ് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാലിലേക്ക് ഇതാ ചൈന ഗ്രാസ്, ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ടാവും. ഇത് ഞാൻ മെൽറ്റാക്കാൻ വെച്ച് കൊടുക്കലാണ്. ഇത് പാലിൽ കിടന്നിട്ട് കുതിർന്നു വരും, ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ചൈന ഗ്രാസ് പാലിൽ കിടന്നിട്ട് സോക്കായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. ഞാനിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഈ ഒരു കസ്റ്റേർഡ് പൗഡർ മിക്സ് ആക്കാൻ ആവശ്യമുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ നിങ്ങൾ കുറച്ച് വലിയ പുഡിങ്ങെല്ലോ റെഡിയാക്കുന്നതെങ്കിൽ എന്താ പറയുക, വലിയ പുഡിംഗ് ട്രയലാണ് പുഡിങ് റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുക്കുക കേട്ടോ. ഞാനിപ്പം 1/2 ലിറ്റർ പാലെല്ലാം എടുത്താൽ 1 ലിറ്റർ പാലിലെല്ലാം ചെയ്തെടുക്കുമ്പം കുറച്ച് വലിയ ട്രയലെല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതാ കസ്റ്റേർഡ് പൗഡർ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് സോക്കായിട്ട് വന്നിട്ടുണ്ട്. അതിതാ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, പാലും ചൈന ഗ്രാസും. ഇനി ഇതിലേക്ക് 50 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കലാണ്. ഇത് ബട്ടർ പുഡിങ്, എന്താ പറയുക, ബട്ടർ പുഡിങ് അല്ലേ. അപ്പം 50 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ, ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കിയെടുക്കാം. അടിയിൽ എന്താ പറയുക, ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കിയെടുക്കുക, നല്ലോണം ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ആക്കി വെച്ച ഒരു കസ്റ്റേർഡ് പൗഡറില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായോ അല്ലാന്നുണ്ടെങ്കിൽ വനില എസെൻസോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ 2-3 ഡ്രോപ്സ് വനില എസെൻസ് ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് ഇതാ ഇതിലേക്ക് 2 ബിസ്ക്കറ്റോ അല്ലാന്നുണ്ടെങ്കിൽ 2 ബ്രെഡ് സൈഡെല്ലാം കട്ടാക്കിയതോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 ബിസ്ക്കറ്റ് 4 ബിസ്ക്കറ്റ് ആക്കിയിട്ടെല്ലാം എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് തണിയാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക. തണിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് തണിയാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യലാണ്. നമ്മൾ പെട്ടെന്നെല്ലാം റെഡിയാക്കുകയാണെങ്കിൽ ഇത് തണിയാൻ വേണ്ടിക്ക് ഫാനിന് തായോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലെല്ലാം കാണിച്ചിട്ട് നമ്മൾ തണിച്ചെടുക്കൂലേ, അങ്ങനെ തണിച്ചെടുത്താൽ മതി. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക് പറയുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഇത് നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുക്കലാണ്, മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കുക. ഒരുപാട് ടൈമൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. ഇതിനിപ്പം സെറ്റാൻ വേണ്ടിക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഞാനിതാ ഈ ഒരു കുഞ്ഞ് എന്താ പറയുക കപ്പിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് എന്താ പറയുക, ഇങ്ങനെ ചെറുതായിട്ടുള്ള കപ്പിലുണ്ടാവില്ലേ, അതിലെല്ലാം ഒഴിച്ചിട്ട് ഈ ഒരു പുഡിങ് നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കലാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ കുറഞ്ഞതൊരു 3-4 മണിക്കൂർ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ബട്ടർ പുഡിങ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കാം. ഞാനിപ്പം പിസ്തയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി തണുപ്പിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്നെല്ലാം എന്താ പറയുക റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പം എൻ്റെ മോളിൽ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലാണ്. എന്നോട് അധികം പാരൻസ് ചോദിക്കലുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓൺലൈൻ ട്യൂഷൻ ഏതാണെന്നല്ല. നമ്മൾ പാരൻസിന് കുട്ടികളുടെ ഭാവിയെക്കുറിച്ചിട്ട് ഭയങ്കര കൺസേണാണ്. കുട്ടികൾ പഠനം എന്താവും അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഹൈസ്കൂളിലെത്തുമ്പം കുട്ടികളുടെ സയൻസ് മാത്സ് വിഷയങ്ങളിലെല്ലാം ഭയങ്കര കൺസേണാണ്. അപ്പം കുട്ടികൾക്ക് ഇതെല്ലാം സ്കൂളിൽ നിന്ന് ഒരുമിച്ച് കിട്ടണമെന്നില്ല. അതിന്റെ ശേഷം നമുക്ക് വരുന്ന സ്റ്റെപ്പാണ് ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ ട്രിഗ്നോമെട്രിക്ക് ഇതേപോലെ ആംഗിൾസിനെ സൈഡ്സ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഓൺലൈൻ ട്യൂഷൻ എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൽബിഡോ പ്രൊവൈഡ് ചെയ്യുന്ന 1 ഇയർ ഓൺലൈൻ സ്കൂളിംഗ് ആണ് നിലവിലെ അക്കാദമിക് ട്യൂഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൃത്യമായ സപ്പോർട്ട് എന്ന നിലയിലാണ് ഈ ഒരു ഓൺലൈൻ സ്കൂളിംഗ് പ്രവർത്തിക്കുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടാണ് കേട്ടോ ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സാണ് കൂടുതലുള്ളത്. ഇവരിൽ അക്കാദമിക് എടുക്കുന്ന കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ആദ്യം ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെ അക്കാദമിക് സ്റ്റാർട്ട് ചെയ്യല്. സ്കൂളെല്ലാം തുറന്ന ടൈം ആയതുകൊണ്ട് തന്നെ അക്കാദമിക് ട്യൂഷനും ഫൗണ്ടേഷൻ ക്ലിയറിങ്ങും കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം എന്താ പറയുക
സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലാന്നുണ്ടെങ്കിൽ അബാക്കസ് അങ്ങനത്തേതെല്ലാം നമ്മൾ വെക്കേഷൻ ടൈമല്ലേ കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുക. പിന്നെ ഒരു പേഴ്സണൽ മെൻറ്ററോട് കൂടി അവരെ സഹായത്തോടു കൂടി തന്നെ കുട്ടികൾക്ക് പഠിക്കാമെന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് മാറും കേട്ടോ. അത് ഏറ്റവും നല്ല പ്രീമിയം ക്ലാസ്സാണ് ആൽബിഡോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തന്നെ അപ്രോച്ച് ചെയ്തോ. ഞാൻ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് എല്ലാം നടത്തിയിട്ടാണ് ഇവർ കുട്ടികൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ്സെല്ലാം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്തായാലും ചെക്ക് ചെയ്തോ. ഇനിയിപ്പം അടുത്ത പുഡിങ് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ ക്യാരറ്റ് ഒരു 4 ക്യാരറ്റ് ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലെ അതിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഞാനൊരു പാനിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഈ ഒരു ക്യാരറ്റ് നമുക്ക് നല്ലോണം കുക്കാക്കി എടുക്കണം. ഇതിലെ വെള്ളമെല്ലാം മൊത്തത്തിൽ വറ്റിച്ച് എന്താ പറയുക ആ ഒരു ക്യാരറ്റിൻ്റെ ആ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറിക്കിട്ടണം. അതിനായിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡായാലും പഞ്ചസാര ആയാലും കുഴപ്പമില്ല. പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടെ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡും എന്താ പറയുക പഞ്ചസാരയും മിക്സ് ആക്കിയിട്ടും ചേർത്ത് കൊടുക്കുക മധുരത്തിന് ആവശ്യമുള്ള രീതിയിൽ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പം ഇത് അടുപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ആ ഒരു ക്യാരറ്റിൻ്റെയും മിൽക്ക് മെയ്ഡും ഒന്ന് ലൂസായിട്ട് നല്ലോണം വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ട് ഇത് കുക്കായിട്ട് വരണം. എന്നിട്ട് വെള്ളം ഇതിൽ നിന്ന് തന്നെ വറ്റി വന്നിട്ട് എന്താ പറയുക ക്യാരറ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അന്നേരം ഈ ക്യാരറ്റിൻ്റെ റോസ് സ്മെല്ലെല്ലാം മാറി ആ ഒരു ടേസ്റ്റ് എല്ലാം മാറി ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ മധുരവും ആ ഒരു പാലിൻ്റെ ടേസ്റ്റ് എല്ലാം ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് മാറും കേട്ടോ. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ അരുത്തന്നെ നിന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കാക്കി എടുക്കലാണ്. ആ ഒരു ടൈമിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വേണം. ഞാനിതാ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തന്നെ ഫ്രഷ് ക്രീമില്ലേ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് എന്താ പറയുക മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം ബീറ്റാക്കി എടുക്കുക. കേക്കിന് ചെയ്യുന്ന പോലെ നല്ലോണം സ്റ്റിഫായിട്ടൊന്നും ബീറ്റാക്കണ്ട. എന്നിട്ട് ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു ക്യാരറ്റിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ക്യാരറ്റെല്ലാം നല്ലോണം കുക്കായി വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യലാണ്. നല്ലോണം ക്യാരറ്റ് നല്ലൊരു സ്മെല്ലെല്ലാം വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ പുഡിംഗ് ട്രേയിൽ ആദ്യത്തെ ലെയറായിട്ട് ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ക്യാരറ്റ് ഹൽവ എന്നെല്ലാം പറയും ഇത് വെച്ച് കൊടുക്കലാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പുഡിങ്ങിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് തന്നെ പറയാൻ പറ്റും ഈ ഒരു ക്യാരറ്റ് പുഡിങ്ങിന്. ഇനിയിപ്പോൾ നമ്മൾ ബീറ്റാക്കി എടുത്ത ആ ഒരു വിപ്പിംഗ് ക്രീം പ്ലസ് എന്താ പറയുക ഫ്രഷ് ക്രീം മിൽക്ക് മെയ്ഡ് ഇത് 3 അല്ലേ ബീറ്റാക്കി എടുത്തത് അത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം കുറച്ച് അധികം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 1 കപ്പ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് ഫ്രഷ് ക്രീമുമാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. ഇനിയിപ്പോൾ അതും കൂടി ഞാൻ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിത് മുകളിൽ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കുക. ഞാനിപ്പം റോസ് പെറ്റൽസ് വെച്ചിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. മുകളിലായിട്ട് കുറച്ച് പിസ്തയും കൂടി കട്ടാക്കി വെച്ച് കൊടുക്കലാണ്. ഇനി ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുക. ഫ്രീസറിലാണെങ്കിൽ 1 മണിക്കൂർ 1/2 മണിക്കൂർ വെച്ചാൽ മതി. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 2 മണിക്കൂർ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പുഡിങ് റെഡിയാവും. ഈസിയല്ല ഉണ്ടാക്കാൻ വേണ്ടിക്ക്. ഈ 2 പുഡിങ്ങും ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. എന്നാൽ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ്. എന്തായാലും ഈ ഒരു ഇതിന് നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഈ ലാസ്റ്റ് കാണിച്ച് ഈ ഒരു പുഡിങ്ങിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ പാട് 2 വർഷം ആയിട്ടുണ്ടാവും ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നേരം തന്നെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിന്. ഇതിപ്പം കുറേ ആയില്ലേ ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ എന്താ പറയുക ആഗ്രഹം തോന്നിയോണ്ട് ഉണ്ടാക്കിയതാണ്. അത്ര അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും. ബൈ.